ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രുചികരമായ ഒരു അയലക്കറിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു 4-5 അയല ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ചെറിയ ടീസ്പൂൺ, പിന്നെ തേങ്ങ 2 കപ്പ്, ഒരു മീഡിയം ടൈപ്പ് തേങ്ങയുടെ അരമുറി തേങ്ങയാണ് നമ്മൾ എടുത്തത്. അതിന് 2 കപ്പ് ഉണ്ട് നമ്മൾ തേങ്ങ വരുമ്പോൾ. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായി ഞുറുക്കിയത്, ചുവന്നുള്ളി 1 പിടി ചെറുതായി അരിഞ്ഞത്, പിന്നെ തക്കാളി 2 എണ്ണം മീഡിയം ടൈപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയത്, പുളി ഒരു 3-4 കഷ്ണം ചെറിയ കഷ്ണങ്ങൾ കുതിർത്തത്, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, പിന്നെ കരിവേപ്പില ആവശ്യത്തിന്, കടുകും ആവശ്യത്തിന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മീൻകറി ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇടാം. ആദ്യം തേങ്ങ ഇട്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം. ചുവന്നുള്ളിയും കൂടി ഇടണം. ചുവന്നുള്ളിയും കൂടെ ചേർത്ത് അരയ്ക്കണം. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കുന്നതിനായി ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പ് ചട്ടിയിലേക്ക് ഇടാം. ഒരു വെറൈറ്റി കറിയല്ലേ? സാധാരണ അതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച അരപ്പിന്റെ വെള്ളവും കൂടി ചേർക്കാം. ഇനി നമ്മൾ പുളി കുതിർത്തത് അതും കൂടി ചേർക്കാം. ഈ കറി എനിക്ക് കറി വെക്കാനായിട്ട് പറഞ്ഞു തന്നത് എൻ്റെ കൊല്ലം ചവറയിലുള്ള എൻ്റെ ആൻറ്റിയാണ് ഇതിൻ്റെ റെസിപ്പി എല്ലാം എനിക്ക് പറഞ്ഞു തന്നത്. അതിന് പ്രകാരമാണ് ഞാൻ ഈ കറി ചെയ്യുന്നത് കേട്ടോ. ആൻറ്റി നല്ലൊരു കുക്കാണ്. ആൻറ്റിയുടെ സ്പെഷ്യൽ അയലക്കറിയാണിത്. അതാണ് ഞാൻ ചെയ്യുന്നത്. ചാറ് കട്ടിയായിട്ടിരിക്കുകയാണ്. ശകലം വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി ഇടാം. തക്കാളി ഇട്ട് പിന്നെ നമ്മൾ പഴംപൊടി ചേർത്തിട്ടുണ്ടല്ലോ. ഇനി പച്ചമുളകും കൂടി 2 പച്ചമുളക് കീറിയത്, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കുത്തി അരിഞ്ഞത് അതും കൂടി ചേർക്കാം. ഇഞ്ചി അരിഞ്ഞത് ഇതെല്ലാം നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. ഈ കറിയിൽ നല്ലപോലെ പുളി തിളച്ചിറങ്ങണം. നമ്മൾ പുളിക്ക് വേണ്ടി തക്കാളിക്കയും കൂടി ഇട്ടിട്ടുണ്ട്. തക്കാളിയും പുളിയാണ് ചേർത്തേക്കുന്നത്. അന്നേരം പുളി മാത്രമാണെങ്കിൽ പുളി ശകലം തോനെ എടുക്കണം. തക്കാളിക്ക് കൂടെ ചേർക്കുമ്പോൾ പുളി കുറച്ച് മതി. പിന്നെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ മാങ്ങ ചേർക്കാം. മാങ്ങ ചേർത്താൽ നല്ല രുചിയാണ്. നമുക്ക് മാങ്ങ കിട്ടാഞ്ഞിട്ട് നമ്മൾ തക്കാളിയും പുളിയുമാണ് ചേർത്തത്. മാങ്ങ ഇട്ട അടിപൊളിയായിരിക്കും. മാങ്ങ ഇട്ട സൂപ്പറാണ്. മാങ്ങ തേങ്ങ സൂപ്പറായിരിക്കും. ചിലർ മുരിങ്ങയ്ക്കയൊക്കെ ചേർക്കും. മുരിങ്ങയ്ക്ക ഇട്ടാലും ടേസ്റ്റാണ്. മുരിങ്ങയ്ക്ക ഒരു വെറൈറ്റി ആയില്ലേ? മുരിങ്ങയ്ക്ക ആയിട്ട് കറി. ശരി. അപ്പോൾ നമ്മുടെ കറി നല്ലതായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ ഇടാം. തിളച്ചിട്ട് വേണം നമ്മൾ കഷ്ണങ്ങൾ ഇടാൻ. പുളിയൊക്കെ ഇറങ്ങണം അല്ലയോ? അപ്പോൾ അതിലേക്ക് നമുക്ക് കറിയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. നന്നായിട്ട് തിളക്കുകയൊക്കെ ചെയ്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് എല്ലായിടും ആകട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. നല്ലോണം തിളക്കണം. മീനിടാൻ പാകമായോ? ആയി. അപ്പോൾ നമ്മുടെ കറി നല്ലപോലെ തിളച്ചു. ഇനി അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളിടാം. നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ അതിലോട്ട് ഇടാം. ബാക്കിയുള്ള കഷ്ണങ്ങൾ അതിനകത്തോട്ട് ഇടാം. ഇനി കഷ്ണങ്ങൾ നല്ലപോലെ വേവട്ടെ. അരപ്പിൽ നല്ലപോലെ വെന്ത് വറ്റണം. അപ്പം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കാം കറി വേവാനായിട്ട്. അപ്പം നമുക്ക് ഈ കറി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ പെട്ടെന്ന് ആവിയിൽ വെന്ത് വരും. നല്ലപോലെ വെന്ത്. നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. കറിയുടെ നല്ല മണം വരുന്നുണ്ട്. ഇഞ്ചിയുടെയും തക്കാളിക്ക് വെന്തതിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് കറി വറുത്ത് വയ്ക്കാം. അപ്പം നമ്മുടെ കറി നല്ലപോലെ വെന്തു. ഒന്നും കൂടെ ഒന്ന് കുറുകി പറ്റട്ടെ. അന്നേരമാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഒന്നും കൂടെ ഒന്ന് പറ്റണം. സൂപ്പർ മണമൊക്കെയാണ് വരുന്നത്.
അതിൻ്റെ കൂടെ നല്ല കുത്തരി ചോറൊക്കെ വേണം ഇല്ലയോ ശാലു? നല്ല കപ്പ വേവിച്ചതും ഇല്ലയോ? കപ്പയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ മീൻകറിയാണ്. നല്ല കപ്പ, നല്ല വെണ്ണ പോലെ വെണ്ണ കപ്പയൊക്കെ കൂട്ടി ഉണ്ടാൽ ഒരു സംതൃപ്തിയാവും ഇല്ലയോ? അടിപൊളി മീൻകറിയാണ്. ഇത് മുമ്പ് നമ്മൾ വെച്ചിട്ടില്ലല്ലോ ഇങ്ങനെ. ഇപ്പോൾ ആൻറ്റി പറഞ്ഞതനുസരിച്ച് ആദ്യമായിട്ട് വെക്കുക ഞങ്ങൾ ഇങ്ങനെ. പല രീതിയിൽ നമ്മൾ മീൻകറി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കറി നമ്മൾ വെക്കുന്നത്. നല്ല അടിപൊളിയാണ്, നല്ല മണമൊക്കെ ഉണ്ട്, അടിപൊളിയാന്ന് തോന്നുന്നു. അപ്പോൾ ആൻറ്റിക്ക് ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. അപ്പം നമ്മുടെ കറി നല്ല വെന്ത് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കടുക് വറുത്തൊഴിക്കാം. ഓക്കെ. അപ്പം നമുക്ക് കടുക് വറക്കാം. അതിന് പാത്രം അടുപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ പകർന്നു കൊടുക്കാം. അപ്പോൾ അത് എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം അല്ലയോ? അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുകിടാം. കടുകിട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ചുവന്നിടാം. കടുക് പൊട്ടി മൂക്കട്ടെ. ചുവന്ന നിന്ന് മൂക്കട്ടെ. ഒരുപാട് മൂക്കണ്ട, ഒരു മീഡിയം ടൈപ്പിൽ മൂട്ടാൽ മതി. വറ്റൽമുളക് ഇടണ്ടേ? ഇനി അതിലേക്ക് വറ്റൽമുളക് ഇടാം. നമ്മുടെ വറ്റൽമുളക് ഒന്ന് മൂക്കട്ടെ. വറ്റൽമുളക് ഒന്ന് നല്ലപോലെ മൂക്കണം. എന്നാലേ കറിയിൽ ആ ഫ്ലേവർ നല്ലതുപോലെ വരുള്ളൂ. ഇനി നമുക്കതിലേക്ക് കരിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പിലയൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള നല്ല ശുദ്ധമായ കറിവേപ്പിലയാണ്. കരിവേപ്പിലയിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കരിവേപ്പിലയിലൊക്കെ വിഷാംശമുണ്ട്. നമ്മളത് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് ഉപയോഗിക്കാവും. ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കരിവേപ്പില എല്ലാ വീട്ടിലും കറിവേപ്പിലയൊക്കെ നട്ട് വളർത്തണം, ഇല്ലാത്തവർ. ഇനി നമുക്ക് കടുക് വറുത്തത് കറിയിലേക്ക് ഒഴിക്കാം. അടിപൊളിയായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമുക്ക് കടുക് വറുത്തത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നല്ല ഫ്ലേവറൊക്കെ വന്നു. അപ്പം നമ്മുടെ അയലക്കറി റെഡി ആയിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അന്നേരം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മൾ മറ്റൊരു പുതിയൊരു വിഭവമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.